സച്ചിൻ, പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രധാനമായും അവിടെ പാലക്കാട് സ്വദേശിനിക്ക് നിപ ബാധിച്ച സാഹചര്യത്തിൽ അവിടെ കഴിഞ്ഞ ദിവസം വവ്വാലിൻ്റെയൊക്കെ സാന്നിധ്യം വളരെ കൂടുതലുണ്ട് എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ് പാലക്കാട്? വിൻഷ, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം പാലക്കാട് നിലനിൽക്കുന്നുണ്ട്. കാരണം നിപ്പ ബാധിച്ച 38 വയസ്സുകാരിയുമായി അടുത്ത ബന്ധമുള്ള 2 കുട്ടികൾക്ക് കൂടെ പനി ബാധിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്ക പട്ടികയിലുള്ള 4ഓളം പേരുടെ ഫലം നെഗറ്റീവാണ് എന്നൊരു സന്തോഷകരമായ കാര്യവും കൂടി പങ്കുവെക്കുകയാണ്. എന്നാൽ പോലും ഈ കുട്ടികൾക്ക് പനി ബാധിച്ചതിനാൽ ആ പ്രദേശത്തും അതുപോലെ തന്നെ ബന്ധുക്കളെ സംബന്ധിച്ചും വലിയ രീതിയിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമായി തുടരുകയാണ് പാലക്കാട് ജില്ലയിൽ. ഇതിൻ്റെ ഭാഗമായി തന്നെ 26 അംഗ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട്, അതായത് വകുപ്പ് തല ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടവരെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ അതൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 26 അംഗ സമിതി പാലക്കാട് ജില്ലയിൽ രൂപീകരിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ 110 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി അവരോട് നിരീക്ഷണത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കഴിയാൻ വേണ്ടിയാണ് നിലവിൽ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും പാലക്കാട് ജില്ലയിലെ തച്ചനാട്ടുകര അതുപോലെ തന്നെ കരിമ്പുഴ പഞ്ചായത്തുകളിലെ 2 വാർഡിലുമാണ് കൃത്യമായി കണ്ടെയ്ൻമെൻറ്റ് സോണ് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗനവാടികൾ തുടങ്ങിയവയ്ക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല കടകളുടെ സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ പാടുള്ളൂ. അത്തരത്തിലൊരു കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയാണ് പാലക്കാട് ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി പാലക്കാട് മെഡിക്കൽ കോളേജിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേരും. അതിൻ്റെ നിർദ്ദേശങ്ങൾ, അതായത് കൃത്യമായി ജില്ലയിൽ പാലിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ആരോഗ്യമന്ത്രി വീണ ജോർജുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും പാലക്കാട് ജില്ലയിൽ ഊർജിതമായി തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ നിപ്പ ബാധിച്ച 38 വയസ്സുകാരിയെ ഇന്നലെ രാത്രിയോടുകൂടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കുട്ടി, ഇന്നലെ തന്നെ പനി ബാധിച്ച ഒരു കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടി. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും അറിയിച്ചിട്ടുള്ളത്. മറ്റ് 2 കുട്ടികൾ, പനി ബാധിച്ച മറ്റ് 2 കുട്ടികൾ പാലക്കാട് മെഡിക്കൽ കോളേജിലും ചികിത്സയിൽ കഴിയുകയാണ്. അതിൻ്റെ ആ സമയത്ത് തന്നെയാണ് 4 പേരുടെ ഫലം നെഗറ്റീവായി എന്നൊരു സന്തോഷകരമായ വാർത്ത കൂടെ പങ്കുവെക്കുകയാണ് വിൻഷ.